മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ ഇഷിത അമ്മയുടെ അടുത്ത് പ്രിയാമണിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ പ്രിയാമണി ഒരുപാട് വഴക്ക് പറയുന്നു, കരയുന്നു. അവസാനം പ്രിയാമണി പറയുന്നു, ഒന്നുകിൽ നീ മഹേഷിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, അല്ലെങ്കിൽ നീ തിരിച്ച് ഇവിടെ തന്നെ ഡിവോഴ്സ് വാങ്ങി വരണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇഷിത പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുമ്പോൾ അച്ഛനോട് പറയും, അമ്മയോട് ഇത്രയും ക്രൂരതകളൊന്നും പറയാൻ പാടില്ലെന്ന് പറയാച്ചാന്ന് പറയും. അപ്പോൾ സുചിത്രയും പറയും, ഇങ്ങനെ പറയാൻ പാടില്ല, അത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഞാൻ പിന്നെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറയും. അങ്ങനെ ഇഷിത പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് ഓട്ടി കയറുകയാണ്. ഈ സമയത്ത് മഹേഷ് ആണെങ്കിൽ രാവിലെ വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുന്നു, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, എനിക്കൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ അവർ പറയുന്നത് എന്തോ ഉണ്ട്, നീ പറയാൻ പറയുന്നു. അപ്പോൾ മഹേഷാണ് ഇഷിതയെ പറ്റി ആലോചിക്കുകയാണ്. കാരണം ഇഷിതേനെ അവരുടെ അവിടെ വളയുകയായിരിക്കും, ഇനി ഇഷിതയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുകയാണ്. പാവം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പിന്നെ സ്വപ്നവല്ലി രാമനും കൂടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ മഹേഷിന് പെട്ടെന്ന് ഇറിറ്റേഷൻ ആവുന്നു. അങ്ങനെ മഹേഷ് വീണ്ടും റൂമിൽ പോയിരിക്കുന്നു. ഈ സമയത്ത് ചിപ്പി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നു, ഞാനിന്ന് 101 പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. അപ്പം സ്വപ്നവല്ലി പറയുന്നു, എൻ്റെ ഡാഡി ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. ഡാഡി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം പറയുന്നു, ഡാഡിക്ക് എന്തോ വിഷമമുണ്ട് മോളെ, എന്താണെന്ന് അന്വേഷിക്കാൻ പറയും. അങ്ങനെ ചിപ്പി മോളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ചിപ്പി അടുത്തേന്ന് മഹേഷിനോട് ചോദിക്കും. അപ്പം മഹേഷ് പറയും, എനിക്ക് വിഷമമൊന്നുമില്ല മോളെ, പിന്നെ എന്താ ഡാഡി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് വിനോദങ്ങളിനെ ഓർത്തിട്ടാണ്, അവൻ ജയിലിലല്ലേ, നമ്മളിവിടെ സുഖമായിട്ട് കഴിയുന്നു, അതൊക്കെ ഓർത്തിട്ടാണെന്ന് പറയും. അപ്പം അമ്മ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അമ്മ ഹോസ്പിറ്റലിലെ, അവൾക്ക് നമ്മളെ വിളിക്കാനൊന്നും സമയമില്ലല്ലോ, തിരക്കായിരിക്കുമെങ്കിൽ അവൾ അവിടെ ഇവിടെയെല്ലാം മാനേജ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അറിയിക്കും. അപ്പോൾ ചിപ്പിമോൾക്ക് എന്തോ ഡൗട്ട് വരുന്നുണ്ടെങ്കിലും മോൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. എന്താ മോളെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഒന്നുമില്ല, ഞാൻ 101 പോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇപ്പോൾ പോകണ്ട മമ്മി, അമ്മ വന്നിട്ട് മോള് പോയിക്കോളാൻ പറയും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വപ്നവല്ലി ചോദിക്കും, മോളെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയും. ഡാഡിയും മമ്മിയും വഴക്കൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയും. അന്നേരം പിന്നെന്താ വേറെന്താ. അപ്പോൾ പറയും ചിപ്പിമോൾ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, വിനോദങ്ങളുടെ കാര്യം, ജയിലിൽ കിടക്കുന്നതുകൊണ്ട് വിഷമമുണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞതെന്ന് പറയും. അങ്ങനെ അമ്മയുടെ കാര്യം ചോദിച്ചില്ലേന്ന് ചോദിക്കാം. അപ്പോൾ പറയും, അമ്മ ഹോസ്പിറ്റലല്ലേ, അപ്പോൾ 101 പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ചിപ്പി മോളെ റൂമിൻ്റെ അകത്തേക്ക് കയറും. അപ്പം മഹേഷിന് മനസ്സിലായി ഇത് സ്വപ്നവല്ലിയും രാമനും കൂടെ പറഞ്ഞു വിട്ടതാണ് ചിപ്പി മോളേന്ന്. അങ്ങനെ മഹേഷ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മനസ്സിനയുടെ വീട്ടിലാണെങ്കിൽ ആശു ഇഷിതയെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മനസ്സിന് നമ്മുടെ ആകാശ് മേനോനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളോട് ചോദിക്കും, നീ എവിടെ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ആശു ഇഷിതയുടെ അടുത്ത് വരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പം പറയുന്നത്, ഇപ്പോൾ തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയി ജീവിക്കുന്നു, ഇത് രചന അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു ഇതിലേക്കായിരിക്കും പോകുന്നതെന്നൊക്കെ ഉള്ള രീതം പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇഷിതയെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം എല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇഷിതയുടെ തലയിൽ അതൊന്നും കയറുന്നൊന്നുമില്ല. അങ്ങനെ ഇഷിത ലാസ്റ്റ് ഇവരുടെ ഇതെല്ലാം അടുത്തിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് ആകാശാണെങ്കിൽ ഒരു ന്യൂസ് കിട്ടിയ രചനയുടെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പം രചനയോട് പറയും, ഇത് നല്ല അവസരമാണ്, അവളെ അവനെ പിരിക്കാനുള്ള അവസരം എന്ന് പറയും. അപ്പം നമ്മുടെ രചന പറയും, അവളെ വേരോടെ പിഴുതെഴുതാനുള്ള അവസരമാണ്, ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ രചനയും ആകാശും വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ് മഹേഷിനെയും ഇഷിതയും പിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് ഇഷിത റൂമിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മഹേഷ് ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇഷിത പറയുന്നുണ്ട് മഹേഷിനോട്, ഒരിക്കലും മഹേഷിനെ വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.